മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ലവനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. ചില വാപ്പമാരുണ്ട്, പുറത്ത് വളരെ മാന്യന്മാരായിരിക്കും, എല്ലാവരോടും തമാശ പറയും, ബാക്കിയുള്ള മക്കളെയൊക്കെ കളിപ്പിക്കും, അങ്ങനെ പുറത്ത് നല്ല സ്വഭാവമായിരിക്കും. ഇതേ വാപ്പ തന്നെ അകത്ത് തൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയോടും മക്കളോടും ഒരുമാതിരി മുഷറൻ സ്വഭാവമായിരിക്കും. മക്കളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വാപ്പ, ഭാര്യയോടാണെങ്കിൽ കാർക്കശക്കാരനായിട്ടൊരു ഭർത്താവ്, ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരു മുസ്ലിമിന് അങ്ങനെ ആവാൻ കഴിയില്ല. കാരണം നമ്മുടെയൊക്കെ മാതൃക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭാര്യയോട് മക്കളോടൊക്കെ തമാശ പറയണം, അവരുടെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം, അവരോട് പുഞ്ചിരിക്കണം, അവരോട് ചിരിക്കണം. അങ്ങനെ നല്ലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കാഴ്ചവെക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊക്കെ നല്ലവരും ഉത്തമന്മാരുമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. അവിടുന്ന് തൻ്റെ കുടുംബാംഗങ്ങളോട് തമാശ പറയുമായിരുന്നു, അവിടുന്ന് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ആരാണത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലാണ്, ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന വ്യക്തിയാണ്. മലക്കുകളെ പോലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പോട്ടെ അള്ളാഹു പോലും സ്വലാത്ത് ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ തിരുദൂതനാണ് തൻ്റെ കുടുംബത്തോട് തമാശ പറയുന്നത്, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു മാതൃക നമ്മൾ പിൻപറ്റണം. സല്ലല്ലാഹു വസല്ലം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.